ലോകത്തിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് നിർമ്മാണ കമ്പനികളിലൊന്നാണ് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ ബോയിങ് കമ്പനി. 1916 വില്യം ബോയിങ് സ്ഥാപിച്ച ഈ കമ്പനി വാണിജ്യ വിമാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, ഉപഗ്രഹങ്ങൾ, ബഹിരാകാശ പേടകങ്ങൾ എന്നിവയുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലുമൊക്കെ വളരെ മുൻപന്തിയിലാണ്. യൂറോപ്യൻ കമ്പനിയായ എയർബസുമായി ചേർന്ന് ആഗോള വാണിജ്യ വ്യോമയാന വിപണിയുടെ സിംഹഭാഗവും നിയന്ത്രിക്കുന്നത് ബോയിങ് ആണ്. ലോകത്ത് ദിവസേന സർവീസ് നടത്തുന്ന 5000കണക്കിന് യാത്രാ വിമാനങ്ങളിൽ ഭൂരിഭാഗവും ബോയിങ്ങിൻ്റേതാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ കയറ്റുമതി സ്ഥാപനങ്ങളൊന്നാണ് ബോയിങ്. 150ലധികം രാജ്യങ്ങളിലേക്ക് വിമാനങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിലൂടെ ആഗോള സാമ്പത്തിക ശൃംഖലയിൽ വലിയ സ്വാധീനവും ചെലുത്തുന്നുണ്ട്. അമേരിക്കയുടെയും മറ്റ് മിത്രരാജ്യങ്ങളുടെയും സൈനിക ശക്തിയിൽ ബോയിങ് വിമാനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയും ഗ്ലോമാസ്റ്റർ ഗതാഗത വിമാനങ്ങൾ, P-8I നാവിക നിരീക്ഷണ വിമാനങ്ങൾ, അപ്പാച്ചി ആക്രമണ ഹെലികോപ്റ്ററുകൾ എന്നിവയ്ക്കായും ബോയിങ്ങിനെ ആശ്രയിക്കുന്നുണ്ട്. ഇനി ബോയിങ്ങിന്റെ പ്രധാനപ്പെട്ട വാണിജ്യ പ്രവർത്തന മേഖലകൾ നോക്കിയാലോ? ലോകമെമ്പാടുമുള്ള എയർലൈനുകൾ ഉപയോഗിക്കുന്ന 737, 777, 787, ഡ്രീംലൈനർ തുടങ്ങിയ പ്രശസ്തമായ പാസഞ്ചർ കാർഗോ വിമാനങ്ങൾ. ഇനി പ്രതിരോധവും ബഹിരാകാശത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ? പോർ വിമാനങ്ങൾ, സൈനിക ഹെലികോപ്റ്ററുകൾ, അപ്പാച്ചകൾ, ഗതാഗത വിമാനങ്ങൾ, ഉപഗ്രഹങ്ങൾ, റോക്കറ്റുകൾ എന്നിവയാണ്. ഇനി ഗ്ലോബൽ സർവീസോ? എയർലൈനുകൾക്കും പ്രതിരോധ സേനകൾക്കും ആവശ്യമായ മെയിൻ്റനൻസ്, പരിശീലനം, സാങ്കേതിക പിന്തുണ എന്നിവയും നൽകുന്നുണ്ട്. അതായത് ഒരു ആഗോള ഭീമനാണ് ബോയിങ്. എന്നാൽ ഈ ആഗോള വ്യോമയാന മേഖലയിൽ ദശാബ്ദങ്ങളായി ആധിപത്യം പുലർത്തുന്ന ബോയിങ് പോലുള്ള വമ്പൻ വിമാന നിർമ്മാണ കമ്പനികൾക്ക് കടുത്ത ഭീഷണി ഉയരുകയാണ്. അതായത് ബോയിങ് പോലെയുള്ള ആകാശ ഭീമന്മാർക്ക് വലിയ ഭീഷണി ഉണ്ടാവുകയാണ്. പുതിയൊരു ചരിത്രപരമായ വിപ്ലവത്തിന് സാക്ഷിയാവുകയാണ് കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ എയറോസ്പേസ് കമ്പനിയായ ജെറ്റ് ഏകദേശം 2.2 ബില്യൺ പൗണ്ട് ചെലവ് പ്രതീക്ഷിക്കുന്ന തങ്ങളുടെ ഏറ്റവും പുതിയ വിമാന മോഡലായ Z4 പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ കമ്പനി വ്യോമയാന ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. പരമ്പരാഗത വിമാന സങ്കല്പങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സാധാരണ വിമാനങ്ങളെക്കാൾ 10,000 അടി കൂടുതൽ ഉയരത്തിൽ പറക്കാനും യാത്രക്കാർക്ക് കൂടുതൽ ലെഗ് റൂമും ആഡംബര സൗകര്യങ്ങളും നൽകാനും ഈ പുതിയ വിമാനത്തിന് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. നിലവിലുള്ള ട്യൂബ് ആൻഡ് വിങ് ഡിസൈനിൽ നിന്നൊക്കെ വേറിട്ട് നിന്നുകൊണ്ട് വിമാനത്തിൻ്റെ ചിറകുകളും ഉടലും ഒരൊറ്റ ഉപരിതലമായി ഒന്നിച്ചു ചേരുന്ന അത്യന്തം ഫ്യൂച്ചറിസ്റ്റിക് ആയ ബ്ലെൻഡഡ് വിങ് ബോഡി ഡിസൈനാണ് ജെറ്റ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക നിർമ്മാണ ശൈലി വിമാനത്തിന് അസാധാരണമായ എയറോഡൈനാമിക് ഉയർത്തൽ ശേഷി നൽകുകയും ഇന്ധന ഉപയോഗം വൻതോതിൽ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വ്യോമയാന വിപണിയിൽ നിലവിലുള്ള ബോയിങ്ങിൻ്റെ 767 എന്ന പ്രശസ്തമായ വൈഡ് ബോഡി വിമാനങ്ങളോടാണ് Z4 പ്രധാനമായി മത്സരിക്കുന്നത്. ഏകദേശം 181 മുതൽ 375 വരെ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള ബോയിങ് 767 വിമാനങ്ങളെക്കാൾ വളരെ കുറഞ്ഞ ഇന്ധന ചെലവിൽ 250 യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പറക്കാൻ Z4 മോഡലിന് സാധിക്കും. നിലവിലുള്ള വിമാന വലിപ്പത്തിലുള്ള പരമ്പരാഗത വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 50% കൂടുതൽ ഇന്ധനക്ഷമത കൈവരിക്കാൻ ഈ വിമാനത്തിന് കഴിയും എന്നതാണ് ജെറ്റ് പ്രധാന അവകാശവാദം. വിമാനത്തിന്റെ ഉള്ളിലെ വിസ്തീർണം വളരെ കൂടുതലായതിനാൽ യാത്രാ വഴികൾ അഥവാ പാതകൾ വൻതോതിൽ വീതിയുള്ളതായിരിക്കും. ഇത് യാത്രക്കാർക്ക് ഇരിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ ലെഗ് റൂമും മികച്ച സീറ്റിംഗ് ക്രമീകരണങ്ങളും നൽകും. സാധാരണ വിമാനങ്ങളിൽ നിന്ന് യാത്രാ വഴികൾ മാത്രമുള്ളപ്പോൾ ദ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് പ്രകാരം ഈ പുതിയ വിമാനത്തിനുള്ളിൽ 4 യാത്രാ വഴികൾ ഉണ്ടാകുമത്രേ. കൂടാതെ ഓരോ സീറ്റിനും തൊട്ടുമുകളിലായി പ്രത്യേകം ലഗേജ് സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ ഉള്ളതിനാൽ യാത്രക്കാർക്ക് തങ്ങളുടെ കൈവശമുള്ള ബാഗുകൾ വെക്കാൻ ലഗേജ് സ്പേസിനായി പരസ്പരം വഴക്കിടേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകില്ല. ഇതിനു പുറമെ വിമാനത്തിനുള്ളിലെ ടോയ്ലറ്റിന് മുന്നിലായി അനാവശ്യ തിരക്കുകൾ ഒഴിവാക്കുന്നതിന് പ്രത്യേക കാത്തിരിപ്പ് കേന്ദ്രം വരെ സജ്ജീകരിച്ചിട്ടുണ്ട്. വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി US എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിൽ നിന്നും 2.25 ബില്യൺ പൗണ്ടിന്റെ ഭീമമായ തുകയുടെ വായ്പാ ധാരണാപത്രം കഴിഞ്ഞ ആഴ്ച ജെറ്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ ആദ്യത്തെ വിമാന നിർമ്മാണ ഫാക്ടറി അമേരിക്കയ്ക്കുള്ളിൽ തന്നെ സ്ഥാപിക്കണമെന്ന കർശന നിബന്ധനയോടെയാണ് ബാങ്ക് ഈ ഭീമമായ തുക അനുവദിച്ചിട്ടുള്ളത്. 2023 നേടിയെടുത്ത പ്രതിരോധ കരാറിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ വ്യോമസേനയും ഈ പദ്ധതിക്കായി ഭാഗികമായ സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നിലവിലെ പ്രഖ്യാപനം അനുസരിച്ച് ഈ സ്വപ്ന വിമാനത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ 2027 നടക്കും. എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ സാധാരണ യാത്രക്കാർക്കായി വിമാന സർവീസ് നടത്താൻ തയ്യാറാകണമെങ്കിൽ 2030 വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്ന് കമ്പനിയുടെ പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ ഡാനിയൽ ഡാ സിൽവ വെളിപ്പെടുത്തുന്നുണ്ട്.
ഡെൽറ്റ സസ്റ്റൈനബിൾ സ്കൈസ് ലാബിന്റെ ഡയറക്ടറായ സംഗീത ശർമ്മ വിമാനത്തിന്റെ ഡിസൈൻ എന്തായാലും വാനോളം പുകഴ്ത്തിയാണ് സംസാരിച്ചതും. വിമാനത്തിന്റെ പുതിയ ആകൃതിയും വിശാലമായ ഉൾവശവും വിമാന ജീവനക്കാർക്കും യാത്രക്കാർക്കും അടുത്ത തലത്തിലുള്ള ഒരു മികച്ച സേവനം നൽകാൻ സഹായിക്കുമെന്നും ഇതിലൂടെ ഓരോ യാത്രക്കാരനും വ്യക്തിപരമായ പ്രത്യേക പരിഗണന നൽകാൻ സാധിക്കുമെന്നും പറയുന്നു. സാധാരണ വാണിജ്യ യാത്രാ വിമാനങ്ങൾക്ക് പുറമെ തങ്ങളുടെ ഈ സവിശേഷമായ ഡിസൈൻ ഉപയോഗിച്ച് സൈനിക ആവശ്യങ്ങൾക്കായുള്ള വിവിധതരം വിമാന നിർമ്മാണങ്ങളും നടത്താൻ സാധിക്കുമെന്നും ജെറ്റ്സീറോ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. വ്യോമസേനയ്ക്ക് ആവശ്യമായ ഭാരമേറിയ ചരക്ക് ഗതാഗത വിമാനങ്ങളായും ആകാശത്ത് വെച്ച് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന റിഫ്യൂവലിംഗ് ടാങ്കർ വിമാനങ്ങളായും ഇതിന്റെ പല വകഭേദങ്ങൾ നിർമ്മിച്ചെടുക്കാനും സാധിക്കും. പരിസ്ഥിതി സൗഹൃദമായ ഇന്ധനക്ഷമതയും വിശ്വസനീയമായ യാത്രാസുഖവും വാഗ്ദാനം ചെയ്യുന്ന ജെറ്റ്സീറോയുടെ Z4 മോഡൽ യാഥാർത്ഥ്യമാകുന്നതോടെ അടുത്ത പതിറ്റാണ്ടിൽ ലോക വ്യോമയാന ഭൂപടത്തിൽ ബോയിങ്ങും എയർബസും നേരിടാൻ പോകുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.